ബേസിക് സയൻസ് 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ മോഷനകത്ത് വരുന്ന 2ാമത്തെ പോർഷനാണ് സ്പീഡ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളിലൂടെയാണ് ഇത് ആദ്യം നമ്മൾ നോക്കുന്നത്. ഡിഡ് യു റീഡ് ദ നോട്ടീസ് പുട്ട് അപ്പ് ഇൻ ദ സിറ്റി? അതായത് ഇവിടെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതായത് സിറ്റി ട്രാഫിക് പോലീസാണ് കൊടുത്തിരിക്കുന്നത്. നോട്ടീസ് പറഞ്ഞിരിക്കുകയാണ്, നമ്പർ ഓഫ് പീപ്പിൾ ഹു ഡൈഡ് ഇൻ ദ ആക്സിഡൻറ്റ് ഇൻ ദ സിറ്റി ടിൽ നൗ ഈസ് 146. അതായത് അപകടത്തിൽ മരിച്ച ഇതുവരെ നഗരത്തിൽ മരിച്ച ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 146 എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് ബോർഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പം അവിടെ പറയുകയാണ്, മിക്കവാറും അപകടങ്ങൾക്ക് കാരണം എന്താണ്? ഹോപ്പ് യു നോ ദാറ്റ് ദ എക്സസ് സ്പീഡ് ആൻഡ് കെയർലെസ് ഡ്രൈവിംഗ് ആർ ദ 2 മേജർ റീസൺസ് ഫോർ ആക്സിഡൻറ്റ്സ്. നമുക്കറിയാം എക്സസ് സ്പീഡും കെയർലെസ് ഡ്രൈവിങ്ങുമാണ് ഓൾമോസ്റ്റ് എല്ലാ ആക്സിഡൻറ്റിനും കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡു യു നോ വാട്ട് ഈസ് എക്സസ് സ്പീഡ്? അപ്പോൾ നമുക്ക് എക്സസ് സ്പീഡ് ആക്സിഡൻറ്റിന് കാരണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താണ് എക്സസ് സ്പീഡ് നമുക്കറിയോ? ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എക്സസ് സ്പീഡ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് സ്പീഡ് എന്ന് നോക്കണം. അപ്പോൾ ലെറ്റസ് യൂസ് ദ മെഷർമെൻറ്റ്സ് ഓഫ് ഫിഗർ 6.2. അതായത് നമ്മൾ പണ്ട് പഠിച്ച, അതായത് ഒരു വ്യക്തി വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകുന്ന ഫിഗർ നമുക്ക് ഓർമ്മയുണ്ടാകും. ആ ഫിഗറിനകത്ത് നമ്മൾ എന്താണ് നമ്മുടെ ഇവിടുത്തെ സ്പീഡ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ ആ ഫിഗറിന് തന്നെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ലെറ്റസ് യൂസ് ദ മെഷർമെൻറ്റ്സ് ഓഫ് ഫിഗർ 6.2 ആൻഡ് ഡു അനദർ ആക്ടിവിറ്റി. ദ ടൈം ടേക്കൺ ടു ട്രാവൽ ടു ദ ഓഫീസ് ആൻഡ് ബാക്ക് ഹോം വാസ് 600 seconds ഈച്ച്. ബേസ്ഡ് ഓൺ these measurements try to complete the table 6.5. അപ്പോൾ എന്താണ് ആ ഫിഗർ നമ്മൾക്ക് ഓർമ്മയുണ്ട്. ആ ഫിഗർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫിഗർ ഇതാണ്. ഒരു വ്യക്തി അയാളുടെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ആദ്യം ഹോസ്പിറ്റലിൻ്റെ റോഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം 600 മീറ്റർ ആണെന്നും ഹോസ്പിറ്റലിൽ നിന്നും ഓഫീസിലേക്ക് എത്താൻ വേണ്ടി 300 മീറ്റർ. അങ്ങനെ അദ്ദേഹം മൊത്തം രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ എന്താണ് 600 + 300 = 900 മീറ്ററാണ് ഓഫീസിലേക്ക് എത്താൻ ഉപയോഗിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അയാൾ വൈകിട്ട് ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എവിടെ? റേഷൻ ഡിപ്പോട്ടിലൂടെ കയറിയാണ്. അപ്പോൾ റേഷൻ ഡിപ്പോട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഓഫീസിൽ നിന്നും 660 മീറ്റർ ദൂരമുണ്ട് റേഷൻ ഡിപ്പോട്ടിലേക്ക്. അവിടെ നിന്നും 420 മീറ്റർ ദൂരം ഡിസ്റ്റൻസ് സഞ്ചരിച്ചാണ് അയാളുടെ വീട്ടിലെത്തുന്നത്. ഈ പിക്ചറാണ് നമ്മൾ ഇനി അടുത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചർ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓർമ്മ വരിക. ഡിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം ഓർത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ആ ടേബിളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ടേബിളിൽ പറഞ്ഞേക്കുന്നത്, അദ്ദേഹം എന്താണ് ഓൺ റീച്ചിങ് ദ ഓഫീസിലെത്തുന്ന സമയത്ത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ മീറ്ററിൽ അദ്ദേഹം സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിൽ വരെയുള്ള 600 മീറ്ററും അവിടെ നിന്നുള്ള 300 മീറ്ററും, അങ്ങനെ 900 മീറ്റർ സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണത്. അത് എത്രയാണ്? 480 മീറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി അടുത്ത് എന്താണ്? ടൈം ടേക്കൺ ഫോർ ദ ജേർണി ഇൻ സെക്കൻഡ്സ്. അതായത് സെക്കൻഡ്സിൽ അദ്ദേഹം, അതായത് ഓഫീസിൽ വരെ എത്താൻ വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് 600 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ്, അതായത് അദ്ദേഹം ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ ടൈം ചെയ്യുമ്പോഴാണ് എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് കിട്ടുന്നത്. അത് എന്ന് പറയുമ്പോൾ 900 / 600. അപ്പോൾ എന്താണ് 9/6 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് പെർ സെക്കൻഡ് എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സംഭവിച്ചത് 480 ആണ്. 480 ഡിവൈഡഡ് ബൈ എന്താണ് 600, അതായത് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ആണെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതെന്താണ് 480 / 600 ആണെന്നും കണ്ടുപിടിച്ചു. ഇനി അദ്ദേഹം എന്താണ് ഓൺ റീച്ചിങ് ബാക്ക് ദ ഹോം, അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു? ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്താണ് 660 ദൂരം റേഷൻ ഡിപ്പോട്ട് വരെയും അവിടെ നിന്ന് 420 മീറ്റർ ദൂരം എങ്ങോട്ട് സഞ്ചരിച്ചു? വീട്ടിലേക്കും ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 1080 ആണ്. ഇനി അദ്ദേഹത്തിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റിന് വല്ല മാറ്റമുണ്ടോ? ഇല്ല, 480 തന്നെയാണ്. അതായത് വീട്ടിൽ നിന്ന് വീട്ടിലേക്കല്ല ദൂരം, എവിടെ നിന്നാണ്? ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി അവിടെ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 600 സെക്കൻഡ് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ് 1080 / 600 ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് 480 ഡിവൈഡ് ബൈ എന്താണ് ബാക്കിലേക്ക് സഞ്ചരിച്ച ദൂരം എന്ന് പറയുമ്പോൾ 600 ആണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് പെർ സെക്കൻഡ്, അതായത് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ്? അപ്പോൾ ഇത് ടേബിളിൽ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് സ്പീഡിൻ്റെ ഡെഫിനിഷൻ? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അതായത് ഒരു യൂണിറ്റ് ടൈമിനകത്ത്, അത് 1 സെക്കൻഡ് ആവണം 2 സെക്കൻഡ് എന്നൊന്നുമില്ല, ഇൻ യൂണിറ്റ് ടൈം, അതായത് ഒരേ അളവിലുള്ള ടൈം. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ എന്താണ്? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അതേസമയം
വെലോസിറ്റി ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. അതേസമയം യൂണിറ്റ് ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ്? റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി. വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. വെലോസിറ്റി എന്താണ്? വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതണം. ഇഫ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണെങ്കിൽ വെലോസിറ്റി എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം. അതാണ് ഇക്വേഷൻ. ഇനി അടുത്ത്, ഇസ് ദ വെലോസിറ്റി ആൻഡ് സ്പീഡ് ഈക്വൽ വൈൽ ട്രാവലിംഗ് ഫ്രം ഹോം ടു ഓഫീസ്. അതായത് ഇസ് ദ വെലോസിറ്റി ആൻഡ് സ്പീഡ് ഈക്വൽ. അതായത് വെലോസിറ്റി, ഇവിടെ നമ്മൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു, ഇവിടെ നമ്മൾ എന്താണ്? സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തു. ഈ രണ്ടും സെയിം ആണോ എന്ന്. അതായത് വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകുമ്പോൾ വെലോസിറ്റിയും സ്പീഡും സെയിം ആണോ എന്ന്. അല്ല. ഇൻ വിച്ച് യൂണിറ്റ് ഈസ് സ്പീഡ് എക്സ്പ്രസ്ഡ്. അപ്പോൾ സ്പീഡിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? സ്പീഡ് ഈക്വൽ ടു ഇതിൻ്റെ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ്? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റായ മീറ്റർ, പിന്നെ എന്താണ്? ടൈമിൻ്റെ യൂണിറ്റായ സെക്കൻഡ്. അപ്പോൾ എന്താണ്? സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഇനി വാട്ട് അബൌട്ട് വെലോസിറ്റി? വെലോസിറ്റിയുടെ എന്താണ് ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് എങ്ങനെയാണ്? വെലോസിറ്റിയുടേതും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അതുകൊണ്ട് എന്താണ്? വെലോസിറ്റിയുടെ എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ പേഴ്സൺ ട്രാവൽഡ്? അതായത് പേഴ്സൺ ട്രാവൽ ചെയ്യുന്ന സ്പീഡിന് നമുക്ക് എങ്ങനെ ഇക്വേഷൻ കൊടുക്കാം? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. വാട്ട് ഈസ് ദ വെലോസിറ്റി ആസ് ഹി റീച്ചസ് ഹോം? അദ്ദേഹം വീട്ടിലെത്തുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ്? വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ? ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് എന്താണ്? വാട്ട് ഈസ് ഹിസ് വെലോസിറ്റി ആസ് ഹി റീച്ചസ് ഹോം? അതായത് വീട്ടിൽ നിന്നും പുറപ്പെട്ട ഒരു വ്യക്തി വീട്ടിലെത്തിയപ്പോൾ അയാളുടെ വെലോസിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇവിടെ ചോദിച്ചത്. വാട്ട് ഈസ് ഹിസ് വെലോസിറ്റി ആസ് ഹി റീച്ചസ് ഹോം? അതായത് ഇവിടെ എന്താണ്? വെലോസിറ്റി അതായത് അദ്ദേഹം എന്താണ്? വീട്ടിൽ നിന്നും പുറപ്പെട്ടു, തിരിച്ചു വീട്ടിലെത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായി? 0 ആയി. അപ്പോൾ ഇവിടെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ വീട്ടിൽ നിന്നും പുറപ്പെട്ട ഒരു വ്യക്തി തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം. അതേസമയം ഇയാൾ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഓഫീസിൽ നിന്ന് തിരിച്ചെത്താൻ ഉപയോഗിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 480 മീറ്ററാണ്. അത് ഡിവൈഡ് ബൈ ടൈം. ടൈം എന്ന് പറയുന്നത് 600 സെക്കൻഡ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ 480 ഡിവൈഡ് ബൈ 680 ആയിരിക്കും. ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഏതാണെന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ രണ്ട് കണ്ടീഷനെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി അടുത്തത്, വാട്ട് ഈസ് ഹിസ് വെലോസിറ്റി? ഇനി അടുത്തത് എന്താണ്? വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? വെലോസിറ്റി അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ആണല്ലോ. അപ്പോൾ അവിടെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അതുകൊണ്ട് എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി അടുത്ത, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് സ്പീഡ് ഈസ്? അപ്പോൾ എന്താണ്? വാട്ട് യു തിങ്ക് സ്പീഡ് ഈസ്? സ്പീഡ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ? സ്പീഡ് എന്ന് പറയുമ്പം ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ്. അതുകൊണ്ട് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആയതുകൊണ്ട് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? സ്പീഡ് എന്താണ്? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ യൂണിറ്റ് ടൈം. വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. ഇനി വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്പീഡ്? യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. രണ്ടിൻ്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡാണ്. പിന്നെ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി? വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ സ്പീഡ്? സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി അടുത്ത, വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് എന്താണ് നമ്മുടെ സ്പീഡ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പാത്ത് ടേക്കൻ. അതായത് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പാത്ത് ടേക്കൻ. അതായത് പാത്ത് ഏതാണ് എടുക്കുന്നതെന്നൊന്നും നോക്കുന്നില്ല, അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി വൈൽ കാൽക്കുലേറ്റിംഗ് വെലോസിറ്റി ദിസ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഇറ്റ്സെൽഫ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ ആക്ച്വൽ പാത്ത് ടേക്കൻ. അതായത്
വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഈ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ ആക്ച്വൽ പാത്ത് ടേക്കൻ, ആക്ച്വൽ പാത്ത് അതല്ലെങ്കിൽ പോലും വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് എടുക്കേണ്ടത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈമാണ്. ബട്ട് ദ ടൈം ടേക്കൺ ടു കവർ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ. പക്ഷേ ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം എന്ന് പറയുന്നത് ആക്ച്വൽ പാത്ത് ട്രാവൽ ചെയ്യാനെടുത്ത ടൈമിനാണ് യൂസ് ചെയ്തത്. അല്ലാതെ ഒരിക്കലും 450 മീറ്റർ കവർ ചെയ്യാനുള്ളതിനല്ല എടുത്തത്. തിരിച്ച് ആക്ച്വൽ പാത്തായ 600 + 300 അതായത് 900 അല്ലെങ്കിൽ 1080 മീറ്റർ ആ എക്സാമ്പിളിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ട്രാവൽ ചെയ്യാനെടുത്ത ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമായിട്ട് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഒരു ഫിഗറിലൂടെ നമ്മളോട് വെലോസിറ്റിയും എന്താണ് നമ്മുടെ സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ഒബ്സർവ് ദ ഡെബിസിഷൻ ഓഫ് ദ പാത്ത് ടേക്കൻ ബൈ ആൻ ഒബ്ജക്റ്റ് ആസ് ഇറ്റ് മൂവ്സ് ഫ്രം എ ടു സി ത്രൂ ബി. അപ്പോൾ എന്താണ്? ഒരു എയിൽ നിന്നും ബിയിലൂടെ സിയിലേക്ക് പോയ ഒരു പിക്ചർ നമുക്ക് ഇവിടെ തന്നിരിക്കുകയാണ്. എന്നിട്ട് കാൽക്കുലേറ്റ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇവിടെ സ്പീഡും വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കണം. അപ്പോൾ സ്പീഡ് എയിൽ നിന്നും സിയിലേക്കുള്ള സ്പീഡും ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 60 മീറ്റർ + 40 മീറ്റർ, അതായത് 100 മീറ്റർ. 60 + 40 = 100 മീറ്റർ. ടൈം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 6 സെക്കൻഡ് എടുത്തു, ഇവിടെ 4 സെക്കൻഡ് എടുത്തു. അപ്പോൾ എന്താണ്? മൊത്തം ടൈം എന്ന് പറയുന്നത് 6 × 4 = 10, 6 + 4 = 10. അതുകൊണ്ട് എന്താണ്? ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് 60 + 40. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എന്താണ്? 6 + 4 = 10 സെക്കൻഡ്. അപ്പോൾ 100 / 10 = എന്താണ്? 10 മീറ്റർ/സെക്കൻഡ് ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ എന്താണ്? എയിൽ നിന്നും സിയിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈമാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് 70 മീറ്റർ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ടൈം എപ്പോഴും എത്രയായിരിക്കണം? ടൈം എന്ന് പറയുന്നത് പാത്തിലൂടെ സഞ്ചരിക്കാൻ ആവശ്യമായ ടോട്ടൽ ടൈം, അതായത് 6 × 4 = 10 തന്നെയാണ്. അപ്പോൾ എന്താണ്? 10 സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ 70 / 10 = 7 മീറ്റർ/സെക്കൻഡ് ആണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും മനസ്സിലായല്ലോ. ഇതാണ് എന്താണ്? വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം തന്നതാണ്, അത് ചെയ്യുന്നുള്ള മോഡൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ബോക്സ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പം എന്താണ് നോട്ടിക്കൽ മൈൽ? അതായത് നമ്മുടെ എർത്തിലൂടെയുള്ള അതായത് റോഡിലൂടെയുള്ള ഡിസ്റ്റൻസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കിലോമീറ്റർ, മീറ്റർ അല്ലെങ്കിൽ മൈൽസ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ എന്താണ് ഒരു നോട്ടിക്കൽ മൈൽ? നോട്ടിക്കൽ മൈൽ ഈസ് ദ യൂണിറ്റ് ഫോർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഏവിയേഷൻ ആൻഡ് സീ ട്രാൻസ്പോർട്ടേഷൻ. അതായത് എന്താണ്? സ്കൈയിലൂടെയും സീയിലൂടെയുമുള്ള ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഏവിയേഷൻ ആൻഡ് സീ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഏവിയേഷനിൽ, അതായത് സ്കൈയിലൂടെ ആകാശത്തുകൂടി ഉള്ള ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ എന്താണ്? സീ ട്രാൻസ്പോർട്ടേഷൻ, എന്താണ്? സമുദ്രത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നോട്ടിക്കൽ മൈൽ ഉപയോഗിക്കുന്നത്. ഈ 1 നോട്ടിക്കൽ മൈൽ ഈസ് 1.852 കിലോമീറ്ററാണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1.852 കിലോമീറ്ററാണ്. ദ യൂണിറ്റ് ഫോർ മെഷറിംഗ് ദ സ്പീഡ് ഓഫ് എയ്റോപ്ലെയിൻ ആൻഡ് ഷിപ്പ് ഈസ് നോട്ട്. അപ്പോൾ എന്താണ്? നോട്ടിക്കൽ മൈലാണ് 1.852 കിലോമീറ്റർ ആണ്. ഇനി അടുത്ത് എന്താണ്? ഈ നോട്ട്, അതായത് യൂണിറ്റ് ഫോർ മെഷറിംഗ് ദ സ്പീഡ് ഓഫ് എയ്റോപ്ലെയിൻ ആൻഡ് ഷിപ്പ് എന്ന് പറയുന്നത് നോട്ടാണ്. എയ്റോപ്ലെയിൻ്റെയും ഷിപ്പിൻ്റെയൊക്കെ എന്താണ് യൂണിറ്റ് മെഷർ ചെയ്യുന്നുള്ള യൂണിറ്റ് എന്ന് പറയുമ്പോൾ നോട്ടാണ്. 1 നോട്ട് ഇസ് ദ സ്പീഡ് ടേക്കൺ ടു ട്രാവൽ 1 നോട്ടിക്കൽ മൈൽ ഇൻ 1 അവർ. അതായത് എന്താണ് 1 നോട്ട് എന്ന് പറയുമ്പോൾ? നമ്മൾ മീറ്റർ/സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ 1 നോട്ട് എന്ന് പറയുമ്പോൾ ഇസ് ദ സ്പീഡ് ടേക്കൺ ടു ട്രാവൽ 1 നോട്ടിക്കൽ മൈൽ ഇൻ 1 അവർ. ഒരു അവറിൽ 1 നോട്ടിക്കൽ മൈൽ ട്രാവൽ ചെയ്യുന്നതിന് ആവശ്യമായ സ്പീഡിനെയാണ് എന്തെന്ന് പറയുന്നത്? 1 നോട്ട് എന്ന് പറയുന്നത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി ബിക്കം ഈക്വൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ.
അതായത് ചില കണ്ടീഷൻസിൽ സ്പീഡിൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ചെയ്തു, സ്പീഡും വെലോസിറ്റി എന്താണ് രണ്ട് വാല്യൂ, സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി, വെലോസിറ്റി 7 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പം നമ്മളോട് പറയാണ് ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി ബിക്കം ഈക്വൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. എപ്പോഴാണ് എന്താണ് സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകുന്നതെന്നുള്ള ഒരു സിറ്റുവേഷൻ നമ്മളോട് എഴുതാൻ പറയുകയാണ്. അപ്പം എപ്പോഴാണ് ഇവിടെ ഒരു പിക്ചർ കണ്ടായിരുന്നല്ലോ, ഈ പിക്ചറിനകത്ത് എങ്ങനെയാണ് പറയുന്നത്, ഒരു സ്ട്രേറ്റ് ലൈനിലൂടെയുള്ള പാത്താണ്. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 60 + 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. അപ്പം എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര തന്നെയാണ്, സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 തന്നെയാണ്. അപ്പോൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ്, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇതൊരു 5 സെക്കൻഡാണ് മൊത്തം സഞ്ചരിച്ച ദൂരമെങ്കിൽ 5 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ ഇതിൽ 100 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ സ്പീഡ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് 100 ആയതുകൊണ്ട് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ് തന്നെയായിരിക്കും. അപ്പോൾ അതും എന്താണ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നമ്മുടെ ഡിസ്റ്റൻസും സ്പീഡും വെലോസിറ്റി ഈക്വൽ ആവുന്നത്, എപ്പോഴാണോ സ്ട്രെയിറ്റ് ലൈനിലൂടെ സഞ്ചരിക്കുന്നത് ആ സമയത്ത് എന്താകും, അതിൻ്റെ സ്പീഡും വെലോസിറ്റിയും ഈക്വൽ ആകും. ഇനി നമ്മളോട് പറയാണ് ടാബുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ടാബുലേറ്റ് ചെയ്ത് വയ്ക്കാൻ. സ്പീഡ് എന്ന് പറയുന്നൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, അതേസമയം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി സ്പീഡിനകത്ത് വി യൂസ് ഡിസ്റ്റൻസ്, വെലോസിറ്റിക്കകത്ത് വി യൂസ് ഡിസ്പ്ലേസ്മെൻറ്റ്. പിന്നെ അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. യൂണിറ്റൊക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ട് ടാബ്ലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് ആണ് സ്പീഡിനകത്ത് യൂസ് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റിക്കകത്ത് യൂസ് ചെയ്യുന്നത്. സ്പീഡും വെലോസിറ്റിയും പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പോർഷനാണ് യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. അപ്പോൾ എന്താണ് യൂണിഫോം സ്പീഡ് അഥവാ നോൺ യൂണിഫോം സ്പീഡ്, ഇത് രണ്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളൊരു ഫിഗർ, ഒബ്സർവ് ദ ഫിഗർ ഷോവിങ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ കാർ. ഒരു കാറ് ട്രാവൽ ചെയ്യുന്ന എന്താണ് ഒരു ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി, ഷോവിങ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ കാർ ഡ്യൂറിങ് ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസ്. അതായത് ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസിൽ ഒരു കാറ് ട്രാവൽ ചെയ്യുന്ന ഒരു ഫിഗറാണ്. അതായത് 0 സെക്കൻഡിൽ നിന്നും 2 സെക്കൻഡ് വരെയുള്ള സമയം, അതാണ് സെക്കൻഡ് മുകളിൽ തന്നിരിക്കുന്നത്. 0 സെക്കൻഡിൽ നിന്നും 2 സെക്കൻഡ് വരെയുള്ള സമയം, അതായത് 0 സെക്കൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 2 സെക്കൻഡ് ആയപ്പോൾ ആ കാർ എവിടെ നിന്നെത്തി, എയിൽ നിന്നും 20 മീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തി. വീണ്ടും 2 സെക്കൻഡിൽ നിന്നും 4 സെക്കൻഡ് ആയപ്പോൾ അത് ബിയിൽ നിന്നും സിയിലേക്ക് 40 മീറ്റർ, അതായത് വീണ്ടും ഒരു 20 മീറ്റർ കൂടി സഞ്ചരിച്ച് എവിടെ എത്തി, 40 മീറ്റർ ആയിട്ട് സിയിലെത്തി. പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത്, അതായത് എവരി 2 സെക്കൻഡ് നോക്കുമ്പോൾ സിയിൽ നിന്ന് ഡിയിലേക്ക്, ഡിയിൽ നിന്നും ഇയിലേക്ക്, ഇയിൽ നിന്നും എഫിലേക്ക്, ഇങ്ങനൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് അവസാനത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനായ എഫിൽ 10 സെക്കൻഡ് സമയം കൊണ്ട് എത്തി. ഇവിടെയാണ് കാർ വന്നിരിക്കുന്നത്. പിന്നെ നമ്മളോട് ഈ പിക്ചർ ഒന്ന് നോക്കിയിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പറയുകയാണ്, കംപ്ലീറ്റ് ടേബിൾ. അതായത് എയിൽ നിന്നും ബിയിലേക്ക് എന്താണ് സഞ്ചരിക്കാനുള്ള ദൂരം, എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 20 മീറ്ററാണ്. എടുത്ത ടൈം ഏതാണ്, 0 സെക്കൻഡിൽ നിന്നും 2 സെക്കൻഡിലേക്ക്, അപ്പോൾ 2 സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, 20 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ സെക്കൻഡ്. ഇനി അടുത്ത ബിയിൽ നിന്നും സിയിലേക്ക്, ബിയിൽ നിന്ന് എപ്പോഴാണ് പുറപ്പെട്ടെ, 2 സെക്കൻഡിൽ പുറപ്പെട്ടു, എപ്പോൾ എത്തി, സിയിൽ 4 സെക്കൻഡിലെത്തി. സഞ്ചരിച്ച ദൂരം എത്രയാണ്, 20 മീറ്റർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് എത്രയാണ്, 40 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്, വീണ്ടും എന്താണ് 40 - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്ററാണ്. ഈ 20 മീറ്റർ സഞ്ചരിക്കാൻ ആവശ്യമായ ടൈം എത്രയായിരുന്നു, 2 സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയാണ്, 20 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 10 മീറ്റർ സെക്കൻഡ്. ഇനി അടുത്ത സിയിൽ നിന്നും ഡിയിലേക്ക്, അതുപോലെ തന്നെ സിയിൽ നിന്നും ഡിയിലേക്ക്, സിയിൽ ഇപ്പോൾ എത്രയാണ്, 40 മീറ്റർ ദൂരത്താണ് സി ഇരിക്കുന്നത്, അവിടെ നിന്നും 60 മീറ്റർ ദൂരത്തുള്ള ഡിയിലെത്തി. എത്ര സെക്കൻഡ്, 4 സെക്കൻഡ് സമയത്ത് പുറപ്പെട്ടു, ഇവിടെ എത്ര സമയത്ത് എത്തി, 6 സെക്കൻഡ് സമയത്ത് എത്തി. അപ്പോൾ അവിടെ എടുത്ത സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. ഡിസ്റ്റൻസ് എത്രയാണ്, 60 - 40 ഈക്വൽ ടു 20 മീറ്റർ. അപ്പോൾ അതും 2 സെക്കൻഡ്. അപ്പോൾ സ്പീഡ് എത്രയാണ്, 20 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ഡിയിൽ നിന്നും ഇയിലേക്കും ഇയിൽ നിന്ന് എഫിലേക്കും സെയിം പ്രൊസീജിയർ, അതായത് സെയിം ടൈമും സെയിം സ്പീഡുമാണ് പോയത്. അപ്പോൾ ഡു യു തിങ്ക് ദാറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഈസ് ദ സെയിം? ഇഫ് സോ ഈസ് ഇൻ ഇറ്റ് ദ കാർ ഈസ് ഇൻ യൂണിഫോം മോഷൻ? അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കാറ് എന്താണ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവെൽസിൽ എന്താണ് സെയിം
ഡിസ്റ്റൻസ് അല്ലേ ഇത് ട്രാവൽ ചെയ്ത്. അപ്പോൾ ഇൻ സച്ച് എ സിറ്റുവേഷൻ വി സേ ദാറ്റ് ദ കാർ ഹാസ് യൂണിഫോം സ്പീഡ്. ഈ സിറ്റുവേഷൻ നമുക്ക്, അതായത് ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് കാറ് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ അതിൻ്റെ സ്പീഡ് എപ്പോഴും എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. അപ്പം ഒബ്സർവ് ഫിഗർ 9A, എന്താണ് ഫിഗർ എന്താണ് അപ്പോൾ എന്താണ് യൂണിഫോം സ്പീഡിലായിരിക്കും. അതായത് സെയിം ടൈമിനുള്ളിൽ സെയിം ഡിസ്റ്റൻസ് ആണ് സഞ്ചരിച്ചതെങ്കിൽ അവിടെ സ്പീഡ് എപ്പോഴും എന്തായിരിക്കും? 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ എല്ലാം 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്? കാർ ഹാസ് യൂണിഫോം സ്പീഡ്. ഇനി അടുത്ത ഫിഗറിലേക്ക് നോക്കുവാണ്. ഇവിടെ നോക്കുവാണ്, അതായത് അതേ കാറ് തന്നെ പോവുകയാണ്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ആൻഡ് ദ ടൈം ടേക്കൺ ഫോർ ഇറ്റ് ഈസ് റെക്കോർഡഡ്. എയിൽ നിന്നും ബിയിലേക്ക് പുറപ്പെട്ടു. എത്ര ദൂരമാണ് സഞ്ചരിച്ചത്? 0 മുതൽ 5 മീറ്റർ വരെ ദൂരം. പക്ഷേ എടുത്ത സമയം എത്രയാണ്? 0 സെക്കൻഡിൽ നിന്നും 2 സെക്കൻഡ് വരെ. അപ്പോൾ 2 സെക്കൻഡ് സമയമാണ്. ഇനി ബിയിൽ നിന്നും 5 മീറ്ററിലുള്ള ബിയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 20 മീറ്ററാണ്. അപ്പം ഇവിടെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 20 - 5 ഈക്വൽ ടു എത്രയാണ്? 15 മീറ്ററാണ് ഇവിടെ സഞ്ചരിച്ചത്. അതിനടുത്ത ടൈം എത്രയാണ്? 4 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് ടൈമാണ് എടുത്തത്. അപ്പോൾ ആദ്യത്തെ കേസിൽ 0യിൽ നിന്നും 2 വരെയുള്ള സമയത്ത് എന്താണ്? 0യിൽ നിന്ന് 5 വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അവിടെ സ്പീഡ് എത്രയാണ്? സ്പീഡ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, 5 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 2.5 മീറ്റർ. ഇവിടെ നോക്കി, ബിയിൽ നിന്ന് സിയിലേക്ക് സഞ്ചരിച്ച ദൂരം എന്ന് പറയുമ്പോൾ 15 മീറ്ററാണ്. അതിനടുത്ത ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 2 സെക്കൻഡാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയാണ്? 15 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 7.5. ഇതുപോലെ തന്നെ സിയിൽ നിന്ന് സിയിൽ നിന്ന് 20 മീറ്റർ അകലെ നിന്ന് 26 മീറ്റർ അകലെയുള്ള ഡിയിലേക്ക് എത്തി. എടുത്ത ടൈം എന്ന് പറയുന്നത് എന്താണ്? 4 സെക്കൻഡിൽ നിന്നും 6 സെക്കൻഡ്, അതായത് 2 സെക്കൻഡ് സമയം. അപ്പോൾ അവിടുത്തെ സ്പീഡ് എത്രയാണ്? 6 ഡിവൈഡ് ബൈ 2 സെക്കൻഡ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നോക്കി, ഇവിടെ യൂണിഫോം സ്പീഡാണോ? അല്ല, എല്ലാ സ്പീഡും ഡിഫറൻ്റ് ആയിട്ടിരിക്കും. ഇങ്ങനെയുള്ള സ്പീഡുകളെ പറയുന്ന പേരാണ് നോൺ യൂണിഫോം സ്പീഡ്. Is in the distance travelled by the car in equal intervals of time different here? If so, is the motion and speed of the car uniform or non-uniform? ഈ കേസിൽ യൂണിഫോം മോഷൻ അതേ നോൺ യൂണിഫോം മോഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? നോൺ യൂണിഫോം മോഷനിലായിരിക്കും കാർ മൂവ് ചെയ്യുന്നത്. If a body in motion covers equal distances in equal intervals of time, the body is said to have uniform speed. അതായത് if a body in motion, എന്താണ്? മോഷനിലുള്ള ഒരു ബോഡി covers equal distances in equal intervals of time, then the body is said to have uniform speed. എന്താണ് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ? ഒരു ഈക്വൽ ടൈമിനകത്ത് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ ആ ബോഡി എന്തെന്ന് പറയും? യൂണിഫോം സ്പീഡിലാണെന്ന് പറയും. ഇഫ് ഇറ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം, സെയിം ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിനകത്ത് അൺഈക്വൽ ഡിസ്റ്റൻസ് ആണത് കവർ ചെയ്യുന്നതെങ്കിൽ ദ ബോഡി ഈസ് സെറ്റ് ടു ഹാവ് നോൺ യൂണിഫോം സ്പീഡ്. ബോഡി എന്തെന്ന് പറയും? നോൺ യൂണിഫോം സ്പീഡിലാണെന്ന് പറയും. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയാണ്. എ ചൈൽഡ് വാച്ചിങ് ദ സ്പീഡോമീറ്റർ ഓഫ് എ വെഹിക്കിൾ റിയലൈസ്ഡ് ദാറ്റ് ദ മീറ്റർ വാസ് ഡിസ്പ്ലേയിങ് ഡിഫറെൻറ്റ് സ്പീഡ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അപ്പോൾ എന്താണ്? ഒരു ചൈൽഡ് കാറിനകത്തിരിക്കുകയാണ്. അപ്പോൾ കാർ ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പോൾ ഫാദർ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ കുട്ടി അതിനകത്ത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നോക്കുവാണ് സ്പീഡോമീറ്റർ, അതായത് സ്പീഡിനെ കാണിക്കുന്ന സ്പീഡോമീറ്ററിനകത്ത് നോക്കിയപ്പോൾ ഡിഫറെൻറ്റ് സ്പീഡാണ് ഡിഫറെൻറ്റ് ടൈമിൽ ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഹൗ ക്യാൻ ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ബി ഡിറ്റർമൈൻഡ് ഇൻ സച്ച് സിറ്റുവേഷൻസ്? അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് സ്പീഡ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കി. ഇപ്പോൾ എന്താണെന്നറിയാമോ? സ്പീഡോമീറ്ററിൽ ആവറേജ് സ്പീഡ് എലോൺ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. എന്താണ്? സ്പീഡോമീറ്ററിൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആവറേജ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലെറ്റ് us കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ യൂസിങ് ദ ഡേറ്റ ഫ്രം ദ ഫിഗർ 6.8. അതായത് നമ്മൾ ആദ്യം കാണിച്ച കാറിൻ്റെ മൂവ്മെൻറ്റിനകത്ത് ഉപയോഗിക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് A to F എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 50 മീറ്റർ ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ ട്രാവലിംഗ് ദിസ് ഡിസ്റ്റൻസ്, അതായത് ടോട്ടൽ ടൈം ഈ 0 മീറ്ററിൽ നിന്നും 50 മീറ്റർ, എയിൽ 0 മീറ്ററിൽ നിന്ന് ആരംഭിച്ചു, എഫിൽ 50 മീറ്റർ എത്തി. അത്രയും ദൂരം സഞ്ചരിക്കാൻ ആവശ്യമായ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ആവശ്യമായ ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡാണ്. അപ്പോൾ ആവറേജ് സ്പീഡ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ? 50 ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്, അതായത് 10 സെക്കൻഡ്സ്. അപ്പോൾ എത്രയാണ്? 50 ഡിവൈഡ് ബൈ 10, അതായത് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡാണ്. ഇതാണ് ആവറേജ് സ്പീഡ്. യു ആർ നൗ ഫെമിലിയർ വിത്ത് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. നൗ ലെറ്റ് us see വാട്ട് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഇപ്പോൾ എന്താണ് നിങ്ങൾ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും എന്താണെന്ന് പഠിച്ചു. ഇത് നമുക്ക് യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ സ്പീഡ് എന്താണെന്ന് മനസ്സിലായവർക്ക് വെലോസിറ്റി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ദ ഡീറ്റെയിൽസ് ഓഫ് ദ ജേർണി ഓഫ് 3 കാർസ് ആർ ഗിവൺ ബിലോ. ഒരു 3 കാറിൻ്റെ ജേർണിയുടെ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. കാർ എ ട്രാവൽഡ് 500 മീറ്റർ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. കാർ എ എങ്ങനെയാണ് 500 മീറ്റർ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ 500 മീറ്റർ മൂവ് ചെയ്തു. ആര്? കാർ എ. ഇനി ദ കാർ കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അതായത് ഇതിനിവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? കാർ എ എങ്ങനെയാണ് കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. എന്താണ്? ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിനകത്ത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കാർ കവർ ചെയ്തത്. ഇനി അടുത്ത രണ്ടാമത്തെ കാറിനെ കുറിച്ച് പറയാണ്. കാർ ബി ട്രാവൽഡ് 500 മീറ്റർ എലോങ് എ സ്ട്രേറ്റ് ലൈൻ. കാർ ബിയും എങ്ങനെ തന്നെയാണ് 500 മീറ്റർ എങ്ങനെ തന്നെയാണ് സഞ്ചരിച്ചത്? സ്ട്രേറ്റ് ലൈനിലൂടെയാണ് സഞ്ചരിച്ചത്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഈസ് അൺഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ്. പക്ഷേ എന്താണ്? ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഈസ് അൺഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ്. ഈക്വൽ ഇൻ്റർവെല്ലിൽ പക്ഷേ ഡിസ്റ്റൻസ് കവർ ചെയ്തത് എന്താണ്? അൺഈക്വൽ ആണ്. ആദ്യം ഈക്വൽ ഇൻ്റർവെൽ ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആയിരുന്നു. ഇവിടെ എന്താണ്? അൺഈക്വൽ ലെങ്ത് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമായി. ഇനി അടുത്ത മൂന്നാമതൊരു കാറിനെ കുറിച്ച് പറയാൻ പോകണം. ദ കാർ സി ട്രാവൽഡ് 500 മീറ്റർ എലോങ് എ സർക്കുലർ പാത്ത്. കാർ സി ആണെങ്കിൽ ഇതിലൂടെയാണ് മൂവ് ചെയ്തത്? ഒരു സർക്കുലർ പാത്തിലൂടെയാണ് മൂവ് ചെയ്തത്. സ്ട്രേറ്റ് ലൈനിലൂടെ അല്ല മൂവ് ചെയ്തത്, സർക്കുലർ പാത്തിലൂടെയാണ് മൂവ് ചെയ്തത്. ദ കാർ കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. പക്ഷേ എന്താണ്? നമ്മുടെ കാർ സി എങ്ങനെയാണ്? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം കവർ ചെയ്തു. പക്ഷേ അപ്പോൾ അനലൈസ് ദീസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 3 കാറിനെ നമ്മൾ നോക്കുക. ആദ്യത്തെ കാറ് എന്താണ്? സ്ട്രേറ്റ് ലൈനിലൂടെ 500 മീറ്റർ പോയി, പക്ഷേ എന്താണ്? ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്തു. രണ്ടാമത്തെ കാർ എങ്ങനെയാണ്? സ്ട്രേറ്റ് ലൈനിലൂടെ തന്നെയാണ് പോയത്, പക്ഷേ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ഇൻ്റർവെല്ലിൽ കവർ ചെയ്തത്. മൂന്നാമത്തെ കാർ എങ്ങനെയാണ്? കാർ സി എങ്ങനെയാണ് പോയത്? എന്താണ്? ഒരു സർക്കുലർ പാത്തിലൂടെയാണ്. അതുമാത്രമല്ല എന്ത് ചെയ്തു? ഈക്വൽ ഡിസ്റ്റൻസിൽ ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്തു, പക്ഷേ അത് എതിലൂടെയാണ് പോയത്? സർക്കുലർ പാത്തിലൂടെയാണ്. അപ്പോൾ ഇനി നമുക്ക് അനലൈസ് ദീസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ എ ഈസ് സെയിം ഇൻ ഈച്ച് സെക്കൻഡ് വൈ? അതായത് കാർ എയുടെ വെലോസിറ്റി ഓരോ സമയത്തും സെയിം ആണോ? എന്തുകൊണ്ട്? വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം. ഇവിടെ സ്ട്രേറ്റ് ലൈനിൽ പോയത് കൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്, ഡിസ്റ്റൻസിനോട് സെയിം ആണ്. പക്ഷേ എന്താണ്? വൈ എന്തുകൊണ്ടാണ് അത് സെയിം ആയിരുന്നു ഈച്ച് സെക്കൻഡിൽ? അതായത് അത് ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി എപ്പോഴും എന്താണ്? എല്ലാ സമയത്തും സെയിം ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇസ് ദ വെലോസിറ്റി ഓഫ് കാർ ബി ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ് വൈ? ഇവിടെ കാർ ബി എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനിലൂടെ തന്നെയാണ് പോയത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണ്. പക്ഷേ അത് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അവിടെ ടൈമിന് വേരി ചെയ്യുകയാണ്. ഓരോ ടൈമിലും ടൈം വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി എന്തല്ല? സെയിം അല്ല. ഇനി അടുത്തത് ഇഫ് ദ മൂന്നാമത്തെ കേസിൽ മൂന്നാമത്തെ കാർ സിയുടെ കാര്യം പറയുന്നതിന് മുമ്പേ പറയുവാണ്. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ചേഞ്ചസ് ദ വെലോസിറ്റി ഓൾസോ ചേഞ്ചസ്. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ലല്ലോ വെലോസിറ്റി ബാധിക്കുന്നത്, എന്തും കൂടെയുണ്ട്? ഡയറക്ഷനും കൂടെയുണ്ട്. അതുകൊണ്ട് ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ്. ഡയറക്ഷൻ മാറുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സർക്കുലർ പാത്തിലൂടെ പോവുകയാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും? ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓൾസോ ചേഞ്ചസ്. അപ്പോൾ മൂന്നാമത്തെ കാർ ഇസ് ദ വെലോസിറ്റി ഓഫ് കാർ സി ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ് വൈ? കാര്യം പറഞ്ഞാൽ കാർ സി എന്ന് പറയുന്നത് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസാണ് കവർ ചെയ്തത്. പക്ഷേ വെലോസിറ്റി ആരെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മോഷൻ ഓഫ് എ ഡയറക്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഈ ഡയറക്ഷൻ ഇവിടെ സർക്കുലർ പാത്ത് ആയതുകൊണ്ട് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാർ സി എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോം വെലോസിറ്റിയിലല്ല മൂവ് ചെയ്യുന്നത്. അപ്പോൾ 3 കാറുകളുണ്ട്. ആദ്യത്തേത് സ്ട്രേറ്റ് ലൈനിലൂടെ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആയിരുന്നു, അതുകൊണ്ട് വെലോസിറ്റി യൂണിഫോം ആയിരിക്കും. പക്ഷേ രണ്ടാമത്തെ കേസിൽ സ്ട്രേറ്റ് ലൈനിലൂടെയാണ് പോയത്, പക്ഷേ അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആണ്, അതുകൊണ്ട് അത് നോൺ യൂണിഫോം ആയി. മൂന്നാമത്തെ കേസിൽ ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസാണ് കവർ ചെയ്ത്, പക്ഷേ സർക്കുലർ പാത്തിലൂടെ പോയതുകൊണ്ട് ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആ വെലോസിറ്റി എന്തല്ല? യൂണിഫോം അല്ല. A body has uniform velocity if it covers equal displacement in the same direction in equal interval of time. അപ്പോൾ എന്താണ്? ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിനകത്ത് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ, പിന്നെ എന്താണ്? സെയിം ഡയറക്ഷനിലാണെങ്കിൽ ആണ് അതിന് എന്തെന്ന് പറയുന്നത്? യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയുന്നത്. ഇനി ഇഫ് ഐദർ സ്പീഡ് ഓർ ഡയറക്ഷൻ ചേഞ്ചസ് ദ വെലോസിറ്റി ഈസ് നോൺ യൂണിഫോം. അതായത് സ്പീഡോ ഡയറക്ഷനോ ഏതെങ്കിലും ചേഞ്ച് ചെയ്താൽ വെലോസിറ്റി എന്താവും? നോൺ യൂണിഫോം ആകും.
അപ്പോൾ ഇവിടെ കാർ എയും കാർ ബിയും കാർ സിയും എന്താണ്, കാർ എ മാത്രമേ യൂണിഫോം വെലോസിറ്റിയിലുള്ളൂ, കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരിക്കലും ചേഞ്ച് ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം കാർ ബി എന്ന് പറയുന്നത് നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തില്ല, പക്ഷെ എന്ത് ചേഞ്ച് ചെയ്തു, ഡിസ്റ്റൻസ് അതായത് സ്പീഡ് ചേഞ്ച് ചെയ്തു. ഇനി അടുത്ത കാർ സിയിൽ എന്താണ്, കാർ സിയിൽ എന്താണ് ഡിസ്റ്റൻസ് കവർ ചെയ്തത് ചേഞ്ച് ചെയ്തില്ല, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് അതും നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിളാണ്. ഇനി അടുത്ത് എന്താണ്, വെൻ ഇപ്പോൾ എന്താണ്, യു മൈറ്റ് ഹാവ് ലേൺഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. ഇപ്പോൾ എന്താണ്, യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയും പഠിച്ചു. നൗ എന്താണ്, ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ഫോർ ബോഡീസ് ട്രാവലിംഗ് ഇൻ യൂണിഫോം ആസ് വെൽ ആസ് നോൺ യൂണിഫോം വെലോസിറ്റി ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇപ്പോൾ നമ്മൾ എന്താണ് യൂണിഫോം വെലോസിറ്റി, എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി, അല്ലെങ്കിൽ എന്താണ് സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ് എന്നൊക്കെ പഠിച്ചു. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് എഴുതാൻ പറയുകയാണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസാണ്. യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിളാണ് വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്യൂം. ലൈറ്റ് എന്താണ് വാക്യത്തിലൂടെ ട്രാവൽ ചെയ്തത് യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിളാണ്. ഇനി അടുത്തത് എ ബോഡി ട്രാവലിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതും എന്തിൻ്റെ എക്സാമ്പിളാണ്, യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിളാണ്. യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾ ഏതാണ്, എ ബോഡി ട്രാവലിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി അടുത്ത് നോൺ യൂണിഫോം വെലോസിറ്റി. നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിളാണ് എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ. അതായത് ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സ്റ്റേഷൻ കടന്നു പോകുന്നു, അപ്പോൾ മൂവിങ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ, അതായത് ഒരു സ്റ്റാർട്ട് ചെയ്ത് സ്റ്റേഷനിലേക്ക്, അവിടെ ഡയറക്ഷന് മാറുന്നുണ്ട്, എന്താണ് നമ്മുടെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് മാറുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, അത് നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിളാണ്. ഇനി അടുത്ത എക്സാമ്പിളാണ് എ ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഇൻ എ സർക്കുലർ പാത്ത്. സർക്കുലർ പാത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബോഡി കോൺസ്റ്റൻറ്റ് സ്പീഡ് ആണെങ്കിൽ പോലും അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് എന്തിന് എക്സാമ്പിളാണ്, നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിളാണ്. അപ്പം ഈ പോർഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, എന്താണ് സ്പീഡ്, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, എന്താണ് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം, രണ്ടിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, സ്പീഡ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി, യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. എന്താണ് യൂണിഫോം സ്പീഡ്, ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ നോൺ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അതിനാണ് നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ ഇനി വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിക്ക് അകത്ത് എന്താണ്, ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ദ സെയിം ഡയറക്ഷൻ, അവിടെ ഡയറക്ഷനും കൂടി വരുന്നുണ്ട്, അതിനെന്തെന്ന് പറയും, യൂണിഫോം വെലോസിറ്റി എന്ന് പറയും. ഇനി നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഐദർ ചേഞ്ചിങ് എന്താണ് ഡയറക്ഷൻ ഓർ എന്താണ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഇനി അടുത്ത പോർഷൻ ആക്സലറേഷനും റിട്ടാർഡേഷനും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.